ഇത്തവണത്തെ ഓണ സെലിബ്രേഷൻ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഹെറിറ്റേജ് വില്ല റിസോർട്ടാണ്. ആലുവയിലാണ് ദ ഐൽ. 60 പേരടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. 1300 പെർ ഹെഡ് കൊടുത്തിട്ട് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 PM വരെയുള്ള സദ്യ അടങ്ങുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എൻട്രൻസ് മുതൽക്കേ തന്നെ അവർ അത്യാവശ്യം നന്നായിട്ട് ഓണം തീം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പൂക്കളമായാലും അതല്ലാതുള്ള തോരണങ്ങളും എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ഗ്യാതറിങ് ആണിത്. അപ്പോൾ എല്ലാവരും അതിമനോഹരമായിട്ട് ഒരുങ്ങി തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഓണം അട്ടയറിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഒരു ചിരി വരുന്നുണ്ട് ചിരിച്ച് ഇതേ നമ്മുടെ ആശ നിൽക്കുന്നു. ആശാനെയൊക്കെ എത്രയോ വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ഭയങ്കര സന്തോഷം. എല്ലാവരെയും അവരുടെ ഫാമിലി എല്ലാം നമ്മൾ മീറ്റ് ചെയ്ത് വരുവാണ്. എല്ലാവരും നല്ല വെറൈറ്റി ഡ്രസ്സ് കോമ്പിനേഷൻസിലൊക്കെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരെയായിട്ട് നമ്മൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. ഗൈസ്, ഞങ്ങളുടെ ക്ലൈന്റ് ആണ് ഗൈസ്, മിസ്റ്റർ അഭിലാഷ്. പണ്ട് മുണ്ടെടുത്തിട്ട് വരുന്നത് ഇപ്പൊ വലിയ ചേച്ചി. എല്ലാരും നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ഹായ് മോനു. 1300 പെർ പേഴ്സൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആണ് ഒരു വെൽക്കം ഡ്രിങ്ക്, സദ്യ, അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് വരുന്നുണ്ട്. ടീയും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ സ്നാക്സും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല ഓപ്പൺ സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓണം പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യാനും എല്ലാമായിട്ട് കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഫോട്ടോ എടുപ്പിൻ്റെ ഒരു സെഷൻ തന്നെ ആയിരുന്നു. എല്ലാവരും ഫോട്ടോ എടുപ്പിലൊക്കെ ഭയങ്കരമായിട്ട് എൻഗേജ്ഡായി. Happy Onam guys. This feels so nice. 11 മണിക്കാണ് വെന്യൂവിൽ എത്തേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഓൾറെഡി കുറച്ച് ലേറ്റാണ്. അപ്പോൾ ഇവരൊക്കെ അതിലും ലേറ്റായിട്ടാണ് ട്രാഫിക് കാരണം എത്തിക്കൊണ്ടേയിരുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, ഫുഡിങ്. അപ്പം നല്ല അടിപൊളി സദ്യയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഒരു എറണാകുളം സ്റ്റൈൽ സദ്യയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും പ്രത്യേകത തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് പരിപ്പാണ് ഫസ്റ്റ് തരുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പരിപ്പ് ഒരു തൊടുകറി മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാകുമെന്ന് തോന്നി. അത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു സദ്യയൊക്കെ കഴിച്ചു. ഇനിയാണ് നമ്മുടെ മത്സരങ്ങളിലേക്കൊക്കെ പോവുകയാണ് എല്ലാവരും. അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞ് ഒരു ഫോട്ടോ സെഷനൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ വടംവലിയായി. അപ്പോൾ അതിന് മുന്നേ കൊച്ചു പിള്ളേരുടെ ഒരു വടംവലിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഗെയിംസിലോട്ട് പോവാണ്. The stillness, the clouds drift high. Thoughts like breezes whisper by. Endless waves of a calm blue sky, where dreams take wings and learn to fly. Gentle echoes of time's embrace. Each shadow finds its quiet space. Ready? 1, 2, 3.